എന്ന് പറയുന്നത്. കുറേ ദിവസങ്ങളിൽ ശേഷം ഞാൻ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വണ്ടി ട്രിപ്പിന് പോവാൻ ഞാൻ ആകെ ത്രില്ലിരിക്കുകയാണ് ഞാൻ. അപ്പം അതിനുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യാണ്. എവിടേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു 1 day ട്രിപ്പാണ്, അല്ല 1 day സ്റ്റേ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ക്യാപ്പ് ഉണ്ട്. ഇത് ഞാൻ ഇപ്പം പോവാൻ വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഇട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇത് ഒരു റെയിൻബോ നല്ല ഭംഗിയുള്ളത്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് ഡ്രസ്സ്. ഇതങ്ങനെ ഡ്രസ്സുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ്ട്രാ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്ത് പോകുമ്പോൾ വയ്ക്കാനും 1 day എന്തായാലും സ്റ്റേ അല്ലേ, അപ്പോൾ എക്സ്ട്രാ ഒക്കെ വെച്ചിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് പുറത്തൊക്കെ വെച്ചെങ്കിൽ ഞാൻ എക്സ്ട്രാ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതെൻ്റെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് മേക്കപ്പ് സാധനങ്ങൾ. ഇത് ലിപ് ബാം, ഇത് ലിപ്സ്റ്റിക്ക്, അങ്ങനെ ഐലൈനർ, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ, പൗഡർ, പിന്നെ എൻ്റെ ഫേവറേറ്റ് ക്ലീൻ ഗ്ലാസ്സുകളൊക്കെയാണ്. ബോഡിയിൽ നിന്ന് ഞാൻ എൻ്റെ ബാഗ് എടുക്കുകയാണ്. ഒരു ക്യൂട്ട് ബാഗാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എല്ലാ സാധനങ്ങളും ഇതിൽ വെക്കട്ടെ. ഈ ഡ്രസ്സൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് ബാഗിലാണ് വെക്കുന്നത്. ഈ ഒരു ബാഗിലാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് ഇതിൽ വെക്കാം. പിന്നെ നമുക്ക് ബ്രഷും പേസ്റ്റ് മറന്നുപോയി. നമുക്ക് ബ്രഷും പേസ്റ്റ് എടുക്കാം. അപ്പോൾ മെയിനായിട്ടുള്ളത് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ടാബ് എടുക്കണം, പിന്നെ എൻ്റെ ബുക്സ് എല്ലാം എടുക്കണം. പിന്നെ ബ്രഷും പേസ്റ്റും ഞാൻ വേറൊരു ബാഗിൽ ഞാൻ എടുക്കും. ഓക്കെ, പിന്നെ ഞാൻ എവിടെ പോകുമ്പോഴും എടുക്കണതാണ് സ്നാക്സ്. പിന്നെ കുറച്ച് ചിപ്സുകളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ലിറ്റിൽ ഹാർട്ട്സ് ക്ലാസ് ഒക്കെ ഉണ്ട്. വെക്കുമ്പോൾ കുറച്ച് ഉണ്ടാകുന്നുണ്ട്. ഓക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോവാം. നമ്മുടെ റെഡിയായി ഞാനിവിടെ കൊണ്ടുവയ്ക്കട്ടെ. ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇപ്പം ഞങ്ങൾ ചെറായി ബീച്ചിലെത്തി. ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. റിസോർട്ടിൽ പോകണമെങ്കിൽ മുമ്പ് ഞങ്ങൾ ഇവിടെ നിർത്തിയേക്കാണ്. ഞങ്ങൾ വന്നേക്കുന്ന കടയിലത്തെ പേര് ശിവേട്ടൻ്റെ കട. ലഞ്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാൻ. ഞാൻ കഞ്ഞിയും കഴിക്കാണ്.
പോവാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഊഞ്ഞാൽ കണ്ടപ്പോൾ ഊഞ്ഞാലിൽ തന്ന വെൽക്കം ഡ്രിങ്ക് ആണ്. ഞങ്ങൾ റൂമിലേക്ക് പോവാണത്. ഇതൊക്കെ റിസപ്ഷൻ ഏരിയ ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള പൂവാട്ടത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് റിസോർട്ടിലേക്ക് പോവാം. അല്ല, നമുക്ക് റൂമിലേക്ക് പോവാം. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ 2 ബെഡ് ഇട്ട് വേണം ഒരാൾക്ക് 2-3 പേർക്ക് കിടക്കാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് വലിയ ബെഡ് ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ആവശ്യങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഫാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അടിപൊളി സ്ഥലമാട്ടോ. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഞാൻ കുറച്ച് പിന്നാലെ ആക്ടിവിറ്റി ഇടയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. മേലൊഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇപ്പോൾ കോവിഡ് ഇഷ്യൂസ് ആയ കാരണം ഓപ്പൺഡ് അല്ല. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഫിഷിങ് ചെയ്യാനതുണ്ടെന്ന്. അപ്പോൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം. നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫിഷിങ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി.
ക്ലബ് മഹേന്ദ്രയിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയൊക്കെയാണ്. ഇവിടെ ബോട്ടിങ് ഇപ്പോൾ ഇല്ല. രാവിലെ 6 മണിക്കാണ് തുടങ്ങുക. അപ്പോൾ ബോട്ടിങ് ഇപ്പോൾ ഇല്ല, നാളെയാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ വെറുതെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വെറുതെ എന്നിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടിയിൽ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേപ്പർ വെച്ച് ബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇടാൻ പോവാണ്. കഴിക്കാൻ പോവാണ് കേട്ടോ. 8 മണിക്കെല്ലാം ക്ലോസ് ചെയ്തു. ആക്ടിവിറ്റി ഏരിയ ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് പോവാന്ന് വെച്ച് നോക്കിയപ്പോൾ ആക്ടിവിറ്റീസ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇനി നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇവിടെ അടിപൊളി വ്യൂ ആട്ടോ. രാവിലൊക്കെ ഇങ്ങനെ പുറത്ത് വന്ന് വെള്ളമൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പേര് ബോട്ട് ചെയ്യുന്ന കാണും. വെള്ളമൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മൂത്തായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിന്നൊരു 7:30 എണീറ്റു, രാവിലെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോവും, എൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാം, അടിപൊളി വ്യൂ ഒക്കെ. ഫ്രണ്ട്സ്, ഞാൻ അവിടെ കണ്ടപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഇത് കണ്ടപ്പോൾ ഞാനിത് വെറുതെ ഓടിക്കുകയാണ്. നല്ല സുഖമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ആരാൾക്ക് ചെറായി ബീച്ച് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.